അടിപൊളിയായിരുന്നു. യാത്ര വളരെ അടിപൊളിയായിരുന്നു. ഇന്ന് നമുക്ക് HNS ഒരു പാക്കേജ് ഉണ്ട്. തൃത്താല ഹൈസ്കൂളിൽ നിന്നാണ് രാമക്കൽമേട് കൊടൈക്കനാൽ 4 ബസ് ഉണ്ട്. അപ്പോൾ ആ ട്രിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇവിടെയാണ് ബസ് കൊടുക്കാനുള്ളത്. ഞാൻ നേരെ ഷെഡിലെത്തി. ബസ്സൊക്കെ കഴുകി റെഡി ആയി നിൽക്കുന്നുണ്ടായിരുന്നു. ദെൻ ഞങ്ങളങ്ങനെ ബസ് എടുത്തുകൊണ്ട് നേരെ സ്കൂളിലോട്ട് വിട്ടു. അങ്ങനെ നമ്മൾ സ്പോട്ടിലെത്തി. ഇവിടെ വന്ന സമയത്ത് പാരൻസും പിള്ളേരെല്ലാം കൂടെ ഒരു ക്രൗഡായിരുന്നു. അങ്ങനെ ടീച്ചേഴ്സിൻ്റെ ലിസ്റ്റ് പ്രകാരം പിള്ളേരൊക്കെ ബസ്സിൽ സോർട്ട് ചെയ്ത് കയറ്റി നേരെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഫസ്റ്റ് പോകുന്നത് കൊടൈക്കനാലിലോട്ടാണ്. ഏർലി മോർണിംഗ് തന്നെ കൊടൈക്കനാലെത്തി പിള്ളേർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് നേരെ നമ്മൾ അവരെ ലേക്കിലോട്ട് കൊണ്ടുപോയി. സൈക്ലിങ്, ബോട്ടിങ്, അതുപോലെ പർച്ചേസൊക്കെ നമ്മൾ ഫസ്റ്റ് കൊടുത്ത്. കാരണം ലാസ്റ്റ് ആകുമ്പോൾ പിള്ളേരുടെ കയ്യിൽ കാശ് ഉണ്ടാവാറില്ല. ഞാനൊരു സൈക്കിളൊക്കെ എടുത്ത് ഇവരെ കൂടെ ജസ്റ്റ് ഒന്ന് കറങ്ങി. നല്ല ക്ലൈമറ്റായിരുന്നു, നല്ല തണുപ്പുണ്ടായിരുന്നു. അതുപോലെ സീസൺ ആയതുകൊണ്ട് തന്നെ ഒത്തിരി സ്കൂളിൽ നിന്ന് ട്രിപ്പെല്ലാം വന്ന് നല്ല തിരക്കും ഉണ്ടായിരുന്നു. ദെൻ ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം നേരെ സൈറ്റ് സീയിങ്ങിന് വേണ്ടിയിട്ട് അവിടുത്തെ ബസ് അറേഞ്ച് ചെയ്തിട്ടുള്ളതിൽ അങ്ങനെ കറങ്ങി പോയി. സൈറ്റ് സീയിങ്ങിൽ വരുന്നത് സൂസൈഡ് പോയിന്റ്, പില്ലർ റോക്ക്, ഗുണ കേവ്, പൈൻ ഫോറസ്റ്റ് അങ്ങനെയുള്ള സ്പോട്ടുകളൊക്കെയാണ് വരുന്നത്. പിന്നെ അടിപൊളി ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പുണ്ടായിരുന്നു. പിള്ളേരൊക്കെ നല്ല എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പിള്ളേരും നല്ല അടിപൊളി പിള്ളേരായിരുന്നു. പിള്ളേരുടെ രക്ഷയില്ല, നല്ല അടിപൊളി പിള്ളേരായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ട്രിപ്പൊക്കെ അടിപൊളിയായിട്ട് ചെയ്യാൻ കഴിഞ്ഞു. പിള്ളേർ നമുക്ക് സപ്പോർട്ട് അല്ലെങ്കിൽ ട്രിപ്പ് ഒരിക്കലും സക്സസ് ആയിട്ട് ചെയ്യാൻ കഴിയില്ല. ദെൻ ഞങ്ങൾ അവിടുന്ന് ജസ്റ്റ് അങ്ങനെ കറങ്ങി നേരെ അന്നത്തെ ദിവസം അവിടെ സ്റ്റേക്ക് പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് സെക്കൻഡ് ഡേ നമ്മൾ നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നേരെ ഇറങ്ങി നേരെ കമ്പം മുന്തിരിത്തോട്ടം കണ്ട് അങ്ങനെ നേരെ രാമക്കൽമേട്ടിലോട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കമ്പത്ത് എത്തിയപ്പോൾ എല്ലാവരും ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ പ്ലാൻ ചെയ്ത് ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് നേരെ മുന്തിരിത്തോട്ടൊക്കെ വിസിറ്റ് ചെയ്ത് നേരെ നമ്മൾ രാമക്കൽമേട്ടിലോട്ട് എത്തും. നല്ല തിരക്കുള്ള ടൈം ആയതുകൊണ്ട് തന്നെ നമ്മൾ പിള്ളേർക്ക് നേരത്തെ തന്നെ ഉച്ചക്കത്തെ ഫുഡൊക്കെ കൊടുത്ത് നേരെ കുറവൻ കുറത്തി സ്റ്റാച്ചു അതൊക്കെ കാണാൻ അങ്ങോട്ട് കയറി. നമ്മൾ ചെല്ലുന്ന ടൈമിൽ ക്ലൈമറ്റ് നോർമലായിരുന്നു. പക്ഷേ ഒരു മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തപ്പോൾ തന്നെ ഫുള്ള് കോട ഇറങ്ങി. ഒരു ഡിസ്റ്റൻസിലൊന്നും നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ അത്രയും കോട ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇതിൽ സൗണ്ട് കേട്ടാൽ മനസ്സിലാവും, നല്ലോണം കാറ്റടിക്കുന്നുണ്ട്. പിന്നെ പിള്ളേരൊക്കെ ഓരോ ഫോട്ടോസും പരിപാടിയൊക്കെ ആയിട്ട് റീലും പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് നേരെ നമ്മൾ അടുത്ത ട്രക്കിങ്ങിൻ്റെ ജീപ്പ് ട്രക്കിങ്ങിൻ്റെ പ്ലാനിൽ താഴോട്ടിറങ്ങി. ഈ വിഷ്വൽ കാണാൻ നിങ്ങൾക്ക് ക്ലൈമറ്റ് ചേഞ്ച് മനസ്സിലാവും. നമ്മൾ വന്ന ടൈമിലുള്ളതും ഇപ്പോൾ ഈ ഒരു വിഷ്വലിൽ കാണുന്ന ക്ലൈമറ്റും. ക്ലൈമറ്റ് കുറച്ച് മോശമായതുകൊണ്ട് ജീപ്പ് എത്താൻ കുറച്ച് ലേറ്റായി. നമ്മൾ സേഫ്റ്റി കാര്യങ്ങളൊക്കെ നോക്കിയിട്ടേ ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായി. അങ്ങനെ ജീപ്പെല്ലാം എത്തി അങ്ങനെ പിള്ളേരെ കയറ്റി വിട്ട് ട്രക്കിങ് കഴിഞ്ഞ് നേരെ ഇറങ്ങിയതിന് ശേഷം അവർക്ക് DJ ആയിരുന്നു. DJ കഴിഞ്ഞ് ഫുഡാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഫുഡ് കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് നാട്ടിലോട്ട് തിരിച്ചിറങ്ങി. അങ്ങനെ പിള്ളേർക്ക് DJ ഒക്കെ കൊടുത്ത് അടിപൊളിയാക്കി. നമ്മൾ ഇനി ഫുഡ് കൊടുത്തതിന് ശേഷം നമ്മൾ തിരിച്ച് നാട്ടിലോട്ട് ഇറങ്ങും.
ഏകദേശം നമ്മൾ കാലത്തൊരു 5 മണിയാണ് പ്ലാൻ ചെയ്യുന്നത് നാട്ടിലെത്തുന്ന സമയം. എന്താ വെച്ചാൽ അടിപൊളിയായിരുന്നു. യാത്ര വളരെ അടിപൊളിയായിരുന്നു. Oh yeah, this travel was very good and I really enjoyed it with my friends. പാക്കേജ് അടിപൊളിയായിരുന്നു മക്കളെ. പാക്കേജ് രക്ഷയില്ല. പിന്നെ ഫുൾ സപ്പോർട്ടും നല്ല കെയറിംഗ് ഒക്കെ ആയിരുന്നു. ഫുഡിന്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ. ഫുഡ് കേടുമായിരുന്നു. എന്തായാലും നല്ലൊരു ട്രിപ്പ്, എസ്പെഷ്യലി ഇവരുടെ ഒരു കമ്പനി നമ്മൾ നന്നായി എൻജോയ് ചെയ്തു അല്ലേ, തോന്നിയില്ലേ? നിങ്ങൾ കുട്ടികളാണെങ്കിലും ഒരു പ്രശ്നവും ഇല്ലാണ്ട്, ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യാതെ വളരെ നന്നായി നമ്മളോട് കോപ്പറേറ്റ് ചെയ്തു. അതിനാണ് എസ്പെഷ്യലി ബിഗ് താങ്ക്സ് ടു ഓൾ. ഭയങ്കര സന്തോഷമായി ടീച്ചേഴ്സിന്. ഞങ്ങളിങ്ങനെ പറയുകയും ചെയ്തു എന്ത് നല്ല കുട്ടികളാ, നമ്മൾ പറഞ്ഞത് അതുപോലെ അനുസരിക്കുന്ന കുട്ടികൾ. സോ ഈ ട്രിപ്പ് നന്നാക്കിയതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ഗോസ് ടു യു. അത് പറയാതിരിക്കാൻ വയ്യ. ആൻഡ് എസ്പെഷ്യലി നമ്മുടെ കൂടെ ഡ്രൈവർ ആയാലും ഇവിടെയുള്ള നമ്മൾ രണ്ട് സപ്പോർട്ട് ചെയ്യാൻ എല്ലാ കാര്യത്തിലും നമ്മളെ സപ്പോർട്ട് ചെയ്ത് SK ആയാലും, ചേട്ടൻ്റെ പേരെന്താ, സുനി ചേട്ടനായാലും ഭയങ്കരമായിട്ട് നമ്മളടുത്ത് കമ്പനിയാണ്, സപ്പോർട്ടീവാണ്. നമ്മൾ എന്താവശ്യം പറഞ്ഞാലും അവരപ്പം റെഡിയാണ്. ഫുഡായാലും റൂം പാക്കേജ് എല്ലാം നന്നായിരുന്നു. ആൻഡ് ആസ് ടീച്ചേഴ്സ് we really enjoyed it, and students I hope all you are enjoying it. Thank you so much. അങ്ങനെ ട്രിപ്പ് കാലത്ത് 5 മണിക്ക് തന്നെ നമ്മൾ വൈൻഡപ്പ് ചെയ്തു. എനിവേ താങ്ക് യു ഓൾ.